Hello, welcome back to my channel. Welcome to Aizin's birthday vlog. March 18th ഐസിൻ്റെ 5th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആളുടെ ബർത്ത്ഡേ നമ്മൾ പാർക്കിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പോ പെട്രോൾ തീമിലായിരുന്നു ബർത്ത്ഡേ. ആളിപ്പോൾ ഒരു പോ പെട്രോൾ ഫാനാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം തീം പോ പെട്രോളാക്കി. അപ്പോൾ അതിനൊരു കേക്ക് ഉണ്ട്. ഞാൻ തന്നെ കേക്ക് ബേക്ക് ചെയ്തതാണ്. പിന്നെ അവൻ്റെ കുറച്ച് ടോയ്സും അതുപോലെ അവന് കുറച്ച് ഗിഫ്റ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ, നമ്മൾ ജസ്റ്റ് ഫാമിലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നോമ്പായതുകൊണ്ട് നമ്മൾ വലിയ സെലിബ്രേഷനൊന്നും ആക്കിയില്ല. അവൻ്റെ ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതാണ്. ആൾക്ക് ഇപ്പോൾ ആൾ വലുതാവുന്നതിനനുസരിച്ച് അവന് ഈ ബർത്ത്ഡേ ഈ തീമിലാവണം, കേക്ക് വേണം അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ പ്രാവശ്യം പോ പെട്രോൾ തീമിലുള്ള ബർത്ത്ഡേ മതി എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ ഗിഫ്റ്റ്സൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തു. പിന്നെ ചെറിയൊരു ബർത്ത്ഡേ സെറ്റപ്പ് നമ്മൾ പാർക്കിലാക്കിയിട്ടുണ്ട്. കിസേസിലുള്ള അൽത്താവർ പാർക്കിൽ വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ. ഇക്ക, ഐസിൻ, ഞാൻ, ഉപ്പ, ഉമ്മ, മുന്ന, അങ്ങനെ നമ്മൾ മാത്രമുള്ള ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊരു 5 ഒക്കെ ആയപ്പം നമ്മൾ പാർക്കിലെത്തിയിട്ട് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, എന്നിട്ട് നോമ്പ് തുറന്നതിന് ശേഷം കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഐസിനെ കൂടെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും ഇഫ്താറിനും കൂടെ പോയ ദിവസം ആ പാർക്കിൽ ഭയങ്കര തിരക്കായിരുന്നു. വീക്കെൻഡിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പാർക്ക് ഫുള്ളായിരുന്നു. നമുക്ക് ഇരിക്കാൻ തന്നെ എങ്ങനെയൊക്കെയാണ് സ്പേസ് ഇട്ടത്. അത്രയും ആളുകളുണ്ടായിരുന്നു അവിടെ. ഒരുപാട് പേര് ഫാമിലി ആയിട്ടും അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് പേര് നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. സ്നാക്സൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ സ്നാക്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ ഉമ്മ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കാം. ബാങ്ക് കൊടുക്കാറായി. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അന്നാണെങ്കിൽ ഭയങ്കര കാറ്റുമായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ഡെക്കോർ ബലൂൺസൊക്കെ അവിടെ സെറ്റ് ചെയ്തതെന്ന് അത്രയും കാറ്റായിരുന്നു. അപ്പം എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാങ്ക് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ഓരോരുത്തരായി കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതിന് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നിസ്കരിക്കാനൊക്കെ ആയിട്ട് നിന്നു. എല്ലാവരും കുറേ പേര് നോമ്പ് തുറന്ന് പോകുന്നു, നിസ്കരിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാം, അത്രയും തന്നെ ആളുകളുണ്ട്. പിന്നെ കേക്ക് ഞാൻ വാനില കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ സ്ട്രോബെറി ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു എന്ന്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ബേക്ക് ചെയ്തു. പോ പെട്രോളിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ടോപ്പേഴ്സും കൂടെ ഞാൻ കേക്കിൻ്റെ മേലെയും സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അവന് വാങ്ങിയ ഗിഫ്റ്റ്സ് എല്ലാം പോ പെട്രോളിൻ്റെ ഗിഫ്റ്റാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. പിന്നെ കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഇതുപോലെ ടോപ്പേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്തത് ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു. അവന് കാറ്, പോ പെട്രോളിൻ്റെ ഒരു ക്യാരക്ടർ കാറും പിന്നെ അല്ലാണ്ട് ഒരു വേറെ റിമോട്ട് കാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഒക്കെയും കൂടെ.
ഉപ്പാടെ ഉമ്മാടെ വക ഒരു വലിയ ട്രക്കായിരുന്നു പോ പെട്രോളിൻ്റെ. എല്ലാ ഗിഫ്റ്റും അവനെന്ന് സെലക്ട് ചെയ്തതാണ്. നെക്സ്റ്റ് ചാച്ചീൻ്റെ ഗിഫ്റ്റാണ്. എൻ്റെ ചാച്ചിയും പോ പെട്രോളിൻ്റെ ഒരു ട്രക്കാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ സ്പോട്ട് കിട്ടിയപ്പോൾ അവിടെ ഇരുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോവാണ്. അവിടെ കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് അവിടെ പോയി കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ആളുകളുണ്ട്. നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇഫ്താറിന് വന്നിട്ടുണ്ട് അവിടെ. ഇതിനും കൂടെ അവിടെ കാറൊക്കെ ഓപ്പൺ ആക്കി പിന്നെ അതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ. പിന്നെ നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് അതിന് കുറച്ച് നേരം പോയി കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ കോഴ്സ് പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. റൂമിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ജസ്റ്റ് നോമ്പ് തുറന്നതിന് ശേഷം കേക്ക് കട്ടിങ് കഴിഞ്ഞ് തിരിച്ച് പോവാണ്. ഇപ്പോൾ പിന്നെ റൂമിലേക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്ക് വന്നതാണ്. നമ്മളുടെ റൂമിനടുത്തുള്ള നെല്ലറ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഫുഡൊക്കെ ഓരോന്നായിട്ട് വന്നു. സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഗീ റൈസ്, ബീഫ് കറി, പിന്നെ പൊറോട്ട, അപ്പം, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ ചില്ലി, ഇതൊക്കെ ആയിരുന്നു. ഫുഡ് അടിപൊളി ഫുഡാണ്. അപ്പം കിസൈസിലുള്ള നെല്ലറ റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഫുഡാണ്. നമുക്ക് കേരള ഫുഡ് സൂപ്പറാണ് ഇവിടുത്തെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്തതിൻ്റെ കുറച്ച് ചെറിയ വിഷ്വൽസ് ഇതിലിടുന്നുണ്ട്. കൂടുതൽ ലോങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുക്ക് ചെയ്യുന്നത്. ഇതാണ് ഞാൻ സ്ട്രോബെറി ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.